അസ്സലാമലൈക്കും, നമസ്കാരമുണ്ട്. ഞാൻ നാസർമാനുമാണ്. ഇന്നിങ്ങനെ വീഡിയോ വരാൻ കാരണം നമ്മളൊക്കെ സങ്കടത്തോടെ കാണുന്നൊരു വാർത്ത ഉണ്ട്. യമനിൽ വധശിക്ഷയ്ക്ക് കാത്തുകിടക്കുന്ന ഒരു പെങ്ങളുട്ടി നിമിഷപ്രിയ എന്ന് പറഞ്ഞ് നമ്മളെ നാട്, നമ്മുടെ കോഴിക്കോടുള്ള റഹീമിൻ്റെ ഒരു വധശിക്ഷ അതേമാതിരി സംഭവിച്ചു. കാരണം 34-35 കോടി ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ നാട് ഒരുമിച്ചിറങ്ങി. ആ കാശ് നമുക്ക് ഈസി ആയിട്ട് സ്വീകരിക്കാൻ കഴിഞ്ഞു. പക്ഷേ റഹീം ഇതുവരെ ഇറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും നിമിഷപ്രിയൻ്റെ ആ പെങ്ങളുട്ടിൻ്റെ വിഷയങ്ങൾ ചിലപ്പം തെറ്റുണ്ടാവും, അതെല്ലാം സംഭവം ശരിയാണ്. പക്ഷെ അവർക്കൊരു കുടുംബമുണ്ട്. അന്നത്തെ സാഹചര്യത്തിൽ മനുഷ്യനാണ്, സന്ദർഭങ്ങളും സാഹചര്യത്തിലും പല തെറ്റുകളും മനുഷ്യരെ പറ്റിപ്പോവും. പക്ഷെ അവരെ പ്രതീക്ഷിച്ച ഒരു കുടുംബമുണ്ട്. അപ്പോൾ 8 കോടി ചില്ലറയാണ് ഇപ്പോൾ ആകെ ചോദിക്കുന്നത്. നമ്മളെ നാട് 30 കോടി 25 കോടി ഈ 30 അത്ര വലിയ വലിയ സംഖ്യയൊക്കെ നിഷ്പ്രയാസം നമ്മൾ ഒറ്റക്കെട്ടായി നമ്മൾ അത് സ്വരൂപിച്ച് ആ കാര്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നിമിഷപ്രിയൻ്റെ കാര്യത്തിലും നമ്മളൊന്നാവണം. ഇവിടെ നമ്മുടെ ഒരു സഹോദരി ML, അതായത് മണിക്കൂറുകൾ അല്ലെങ്കിൽ ദിവസങ്ങളോളം മാത്രമേ ഉള്ളൂ അതിനെ വധശിക്ഷയ്ക്ക് സമയം വെച്ചിട്ടുള്ളത്. ആ സമയത്തിനുള്ളിൽ നമ്മളൊക്കെ ഒരുങ്ങിയാൽ, നമ്മളെ നാട് ഒരുങ്ങിയാൽ, തെറ്റുകളും കുറ്റങ്ങളും കാണാൻ നിന്നാൽ അത് നമുക്ക് എന്തായാലും പല തെറ്റുകളും മനുഷ്യർക്കുണ്ടാവും. പക്ഷെ തിരുത്താനുള്ള മനസ്സും ഇനിയൊരു നല്ലൊരു ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും നമുക്ക് നമ്മളെ പെൺകുട്ടിനെ സഹായിക്കാനും സപ്പോർട്ടും ഇറങ്ങാം. കാരണം നമ്മുടെ റഹീമിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടോ തെറ്റില്ല എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ റഹീമിൻ്റെ വിഷയം വധശിക്ഷ എന്ന് പറഞ്ഞ 1 മാസം കൊണ്ട് പണം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കമ്മിറ്റിക്കാർ നമ്മുടെ നാടിനെ അറിയിച്ചപ്പോൾ ജാതി മതം രാഷ്ട്രീയമൊക്കെ മറന്ന് എല്ലാ മനുഷ്യസ്നേഹികളും ഒരുമിച്ചിറങ്ങി ആ 35-36 കോടി ഉണ്ടാക്കി. പിന്നീട് കാശ് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാനടക്കം ആ വീട്ടിൽ നിന്നുകൊണ്ട് ഇനി കാശ് വേണ്ട തിരിച്ചു കൊണ്ടുപോയിക്കോളി എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. അതേമാതിരി തന്നെയാണ് നമ്മുടെ നിമിഷപ്രിയ എന്ന് പറഞ്ഞാൽ നമ്മളെ പെൺകുട്ടി അബദ്ധത്തിലോ അറിഞ്ഞുകൊണ്ടോ ഒക്കെ തെറ്റ് പറ്റിയിട്ടുണ്ടാവും. പക്ഷേ പുതിയൊരു ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ തയ്യാറുള്ള നമ്മളെ മനസ്സ് വെച്ചാൽ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. ഇനിയുള്ള കാലം ആ കുഞ്ഞുമക്കൾക്ക് അല്ലെങ്കിൽ ആ രക്ഷിതാക്കൾക്ക് ആ സഹോദരൻ നമുക്ക് തിരിച്ചു കൊടുത്തൂടെ? നമ്മളൊക്കെ ഒരുങ്ങിയാൽ നിഷ്പ്രയാസം സാധിക്കും. 8 കോടി ചില്ലറ എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമുള്ളൂ. നമ്മളൊക്കെ 100 ഉറപ്പെടുത്താലും കേരളത്തിൽ എത്ര മനുഷ്യരുണ്ട്? ആ വിഷയം തീർക്കാൻ സാധിക്കൂലേ? ആ കാശ് കൊടുത്താലുള്ളൂ ഇത്രേ അതിനെ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയുക. നമുക്ക് ഓരോരുത്തർക്കും പല അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അവൾ തെറ്റ് ചെയ്തിട്ടല്ലേ സാഹചര്യമാണ്. പക്ഷേ അതൊക്കെ അതിനനുസരിച്ച് ഇഷ്ടംപോലെ ജയിൽ ശിക്ഷ അനുഭവിച്ചു. ഇപ്പം നമ്മളെ നാട്ടിൽ എത്രയോ കൊലപാതകങ്ങൾ നടക്കലുണ്ട്. അവർക്കും അവർ ജയിൽ ശിക്ഷ അനുഭവിക്കും. അത് കഴിഞ്ഞാൽ നാട്ടിൽ തിരിച്ചിറങ്ങും. അല്ലെങ്കിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അതൊക്കെ നമ്മൾ കേൾക്കലെന്താ? അത് രാഷ്ട്രീയ കൊലപാതകമാണ്. മറ്റെന്താ മതങ്ങൾ തമ്മിലുള്ള കൊലപാതകം, അങ്ങനെയൊക്കെ പലതും കേൾക്കലുണ്ട്. സാഹചര്യങ്ങൾ ആ ഒപ്പത്തെ ആ ഒരു പ്രതീക്ഷിക്കാതെ പെട്ടെന്നുണ്ടാകുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പം അതിനൊക്കെ നമ്മുടെ ആ പെൺകുട്ടിനെ നമുക്ക് ഒരുമിച്ച് നമ്മളെ റഹീമിന് എല്ലാ വിഭാഗം ആൾക്കാരും ഒറ്റക്കെട്ടായി ഇറങ്ങിയ നമ്മൾ കണ്ട. ഇവിടെ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നമ്മുടെ നിമിഷപ്രിയ എന്ന നമ്മളെ പെൺകുട്ടിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് അവർക്കൊരു പുതിയ ജീവിതം കൊടുത്ത് ആ കുടുംബത്തിന് സാന്ത്വനം കൊടുക്കേണ്ട കടമുണ്ട്. അതിലേക്ക് കാരണം ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറ് വരെ അതിന് ശ്രമിച്ചിരുന്നാണ് കേട്ടത്. കാരണം അദ്ദേഹം വരെ അങ്ങനെ ഒരുപാട് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറ്, അങ്ങനെ നമ്മുടെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിക്കാർ, BJPൻ്റെ, ലീഗിൻ്റെ, കോൺഗ്രസിൻ്റെ, മാർക്സിസ്റ്റ് പാർട്ടിൻ്റെ എല്ലാ പാർട്ടികളിലെ മനുഷ്യസ്നേഹികളും നമ്മുടെ ആ പെൺകുട്ടിനെ രക്ഷപ്പെടുന്ന MA യൂസഫ് അലിക്ക എൻ്റെ ഒരു വീഡിയോ കണ്ടിരുന്നു, നിമിഷപ്രിയക്കുള്ള സഹായം നൽകുന്നുള്ള. അങ്ങനെ MA യൂസഫ് അലിക്ക ആ പുണ്യപ്രവൃത്തി ഏറ്റെടുക്കുകയാണെങ്കിലും ഈ ഒരു എമർജൻസി ഘട്ടത്തിൽ നമ്മളെ MA യൂസഫ് അലിക്ക എന്ന് പറഞ്ഞാൽ ഒരുപാട് പാവങ്ങൾക്ക് തണലൊരുക്കുന്നത്. അപ്പം നമ്മളെ പത്തനാപുരത്തുള്ള ഗാന്ധി ഭവനിലൊക്കെ ഉള്ള അമ്മമാർക്ക് സംരക്ഷണം കൊടുക്കുക, അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത ആളാണ് നമ്മളെ MA യൂസഫ് അലിക്ക. അതേമാതിരി നമ്മളെ ബോച്ചൊക്കെ നമ്മളെ റഹീമിന് വേണ്ടിയിട്ടും മറ്റുള്ളതിനൊക്കെ വേണ്ടിയിട്ട് ഓടുന്ന ആളുകളാണ്. ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. നിങ്ങളെല്ലാവരും കൂടി ഞങ്ങളൊക്കെ അതിൽ സഹായിക്കാൻ തയ്യാറാണ്. ഞങ്ങളെ കൊണ്ട് കഴിവിൻ്റെ പരമാവധി ഞങ്ങളെല്ലാവരും സഹായിക്കാറുണ്ട്. പക്ഷെ ഇതിന് മുന്നിട്ട് നമ്മൾ റഹീമിൻ്റെ കമ്മിറ്റി ഉണ്ടാക്കിയ മാതിരി ഒരു കമ്മിറ്റി, സ്ട്രോങ് കമ്മിറ്റി ആപ്പോ അങ്ങനെ എന്തെങ്കിലും ബാങ്കിൽ അയക്കാൻ പറ്റിയ സാഹചര്യങ്ങൾ അതിനൊരു നേതൃത്വം ഉണ്ടാക്കി ആ കമ്മിറ്റി 100% സത്യസന്ധമായി ആ അർഹതപ്പെട്ട
ആ പെൺകുട്ടിൻ്റെ വിഷയത്തിലേക്ക് മാത്രം ആ കാസ് എത്തിച്ചു കൊടുക്കാനുള്ള സാഹചര്യം ഒരുക്കാൻ നമ്മളെ നാട് ഒരുങ്ങണം. നമ്മളെ നാട്ടിലെ ഒരുപാട് നമ്മളെ എം എ യൂസുഫ് അലിഖാനെ പോലുള്ള മനുഷ്യർ മുന്നിട്ട് വന്ന് അതിലേക്ക്, കാരണം നമ്മൾ അതിലേക്ക് ഇറങ്ങാതെ അത് പിന്നെ ചിലപ്പോൾ നീട്ടിപ്പോവുക അല്ലെങ്കിൽ മറ്റൊന്ന്. അപ്പോൾ ആ കുട്ടീൻ്റെ ആ വധശിക്ഷ വിധിച്ച സമയം വന്ന് അതിനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് സഹായിക്കാൻ കിട്ടുക, നമ്മൾ നോക്കാൻ കിട്ടുക, അങ്ങനെ ഒരു വാക്കിന് പിന്നെ അർത്ഥമില്ല. ഇപ്പം നമ്മൾ കാരണം സമയം ഇവിടെ ഓരോ മണിക്കൂർ അല്ലെങ്കിൽ ഓരോ മിനിറ്റും അപകടം പിടിച്ച സമയമാണ്. നമ്മളൊക്കെ ഒന്ന് മനുഷ്യത്വം എന്ന് പറഞ്ഞ സാധനം ഉള്ളിലുണ്ടെങ്കിൽ, കാരണം തെറ്റുകൾ മാത്രം നമ്മൾ കാണണ്ട, മനുഷ്യനാണ് തെറ്റ് പറ്റിപ്പോവും, അത് സ്വാഭാവികമാണ്. പക്ഷെ തിരുത്താനുള്ള മനസ്സും പുതിയൊരു ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും നമുക്ക് സാധിക്കുമെങ്കിൽ പുണ്യം കിട്ടും. ഇപ്പോൾ നമ്മുടെ താന്നൂർ ഡിവൈഎസ്പി പ്രമോദ് സാറൊക്കെ ഉണ്ട്. അദ്ദേഹം മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകളെ ഒറ്റയടിക്ക് കൊണ്ടുപോയിക്കാണ്ട് പിടിച്ചുകാണ്ട് ജയിലിലേക്കും അല്ലെങ്കിൽ കോടതിയിലേക്കൊന്നും കൊണ്ടുപോകില്ല. അവരോട് ഒരു ചോദ്യം ചോദിക്കും, നീ ഒരു മനുഷ്യനായി നല്ലൊരു മനസ്സിൻ്റെ ഉടമസ്ഥനായി നിന്റെ കുടുംബത്തിനൊക്കെ സഹായിക്കാനുള്ള മനസ്സുള്ള ആളാവോ? നിനക്ക് ഞാൻ ചികിത്സ തരാൻ തയ്യാറാണ്. നീ ഞങ്ങൾ ചികിത്സിച്ച് പിന്നെ നിന്റെ ഈ ലഹരിയൊക്കെ ശരീരത്തിൽ നിന്ന് കളഞ്ഞ് നല്ലൊരു മനുഷ്യനാകാൻ നീ തയ്യാറാണെങ്കിൽ ചികിത്സ സൗജന്യമായിട്ട് ചെയ്തു തരാറ് നമ്മളെ ബഹുമാനപ്പെട്ട താന്നൂർ ഡിവൈഎസ്പി പ്രമോദ് സാറിൻ്റെ അനുഭവമാണ്. എന്നിട്ട് അത്തരത്തിലുള്ള ആളുകളെ അവരെ ഈ ലഹരിയിൽ നിന്ന് വിമുക്തമാക്കി അവർക്ക് നല്ലൊരു ജീവിതം കൊടുത്ത് അവരെ കൊണ്ട് പാവപ്പെട്ട മനുഷ്യർക്ക് അതല്ലെങ്കിൽ രക്തത്തിന് ആവശ്യം വരുന്ന ആളുകൾക്ക് പ്രമോദ് സാറ് ഇവരെ കൊണ്ടുപോയിട്ട് രക്തം വരെ കൊടുപ്പിച്ചിട്ടുണ്ട്. കാരണം അവരുടെ ശരീരത്തിലുള്ള ലഹരിയൊക്കെ പോയി പിന്നീട് നല്ല ക്ലിയർ രക്തമായി നല്ല മനസ്സായി അവരുടെ കുടുംബത്തിന് വലിയൊരു പ്രതീക്ഷയാണ് നമ്മുടെ ഡിവൈഎസ്പി സാർക്ക് ചെയ്തു കൊടുക്കുന്നത്. അപ്പം അത്തരത്തിലുള്ള കുറ്റങ്ങൾ ഒരുപാട് മനുഷ്യർക്ക് സംഭവിക്കും. അത് തിരുത്താനും അവർക്ക് നല്ലൊരു ജീവിതം കൊടുക്കാനും നമ്മൾ മനസ്സ് വെക്കുക. നമുക്ക് മനുഷ്യനാണ് പറ്റിപ്പോവും, അതിന് നമ്മളും മനുഷ്യനാണ്, നമ്മളെത്തൊക്കെ പറ്റിപ്പോവും തെറ്റ്. പക്ഷെ തിരുത്താനുള്ളൊരു മനസ്സും സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കൽ നമ്മളെ കടമയാണ്. അപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട പെൺകുട്ടി ആ പാവം എത്രയോ നരകം അനുഭവിച്ചു. കാരണം ഇത്ര വർഷങ്ങളായി ജയിലിൽ കിടക്കുന്നത്, അത് ചെയ്ത തെറ്റിൻ്റെ എമ്പാടും ശിക്ഷ അതിനെ അനുഭവിച്ചു കഴിഞ്ഞു. ഇനി അതിൻ്റെ കുടുംബത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള സാഹചര്യം നമ്മളൊക്കെ ഒന്ന് മനസ്സ് വെച്ചാൽ നിഷ്പ്രയാസം 8 കോടി ചില്ലറ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വിചാരിച്ചാൽ നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ സമ്പത്തുള്ള ആൾക്കാർ 1 ലക്ഷം റുപ്യ വീതെടുത്താത്തിട്ട് നിസ്സാര കാര്യമുള്ളൂ. ഇപ്പം ഞാനൊക്കെ അതിൽ പങ്കാളിയാകാൻ തയ്യാറാണ്. അപ്പോൾ നമുക്ക് 1 ലക്ഷം റുപ്യ എടുത്താലും എത്ര ആൾക്കാർ എടുക്കേണ്ടുള്ളൂ? 8 കോടി ചില്ലറക്കും. അല്ല എപ്പോഴും ഇതിലൊക്കെ സഹായം ചെയ്യില്ല. 50 റുപ്യ 100 റുപ്യയും അല്ലെങ്കിൽ അന്നാന്ന് കൂലിപ്പണിക്കാരും ഓട്ടോറിക്ഷ ഡ്രൈവർമാരും മറ്റുള്ള വണ്ടി ഡ്രൈവർമാരും സാധാരണക്കാരായ പാവങ്ങളാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഇതിലൊക്കെ സഹായിക്കുന്നത് നമുക്ക് ഉറപ്പാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി ദിവസം രോഗികളുടെ വിഷയം തന്നെ ഇഷ്ടംപോലെ വീഡിയോ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് നമ്മുടെ ആ പെൺകുട്ടിനെ നമ്മളൊരു കൂട്ടായ്മ ഒരുങ്ങിയാൽ സമയം ഇവിടെ കഴിഞ്ഞു കൊടുക്കുകയാണ്. ഇനി നിങ്ങളില്ല ഇതിലൊക്കെ നമ്മൾ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് കുറ്റം കമൻ്റ് ഇടരുത്. കാരണം ഒരു മനുഷ്യജീവനാണ്. പറ്റിപ്പോയ തെറ്റിന് തിരുത്താനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കാം. അവർക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടാവും, പക്ഷെ അതിനെ നമ്മൾ അവരെ ഫുള്ള് കുറ്റപ്പെടുത്തി അതിന് അപ്പുറം ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു. പക്ഷെ ഇനിയുള്ള കാലം ഒരു പുതിയ ജീവിത കുടുംബത്തിനും നമ്മുടെ പെൺകുട്ടിക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കണേ നമുക്കും പുണ്യം കിട്ടും. കാരണം വലിയ വലിയ കുറ്റങ്ങൾ ചെയ്ത ആളുകൾക്കൊക്കെ ഇഷ്ടംപോലെ ശിക്ഷ ഇളവുകളും മാപ്പുകളും കൊടുത്ത ചരിത്രം നമുക്കറിയാം. അപ്പോൾ നമ്മുടെ പെൺകുട്ടിയായ നിമിഷപ്രിയക്കും തന്നെ നമ്മൾ ഒരുങ്ങണം. നമ്മൾ ഒരുങ്ങിയാൽ ആ കുട്ടി രക്ഷപ്പെടും, ആ കുടുംബത്തിന് തണലാവും, ജീവിതത്തിൽ ഇനിയുള്ള കാലം സന്തോഷത്തോടെ ജീവിക്കും. തെറ്റ് ചെയ്തിട്ടുള്ള ശിക്ഷ ഇഷ്ടംപോലെ അനുഭവിച്ചു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് പഠിച്ചവനെ അതിനെ രക്ഷപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് സ്നേഹത്തോടെ. നാസിം കുട്ടിക ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാവരും സഹകരിക്കണം, അത്ര മാത്രമേ പറയാനുള്ളൂ. എല്ലാം കുട്ടിക്കാർ രക്ഷപ്പെടട്ടെ പാവല്ലേ. എല്ലാവരും പാടെ വിചാരിച്ചാൽ നിസ്സാര കാര്യമുള്ളൂ പഠിച്ചോനെ. ഏതായാലും ഞാൻ നിർത്തുകയാണ്. നമ്മളൊക്കെ ഒരുങ്ങി അതിന് ഉത്തരവാദിത്തപ്പെട്ട കമ്മിറ്റിക്കാരെയും അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ സ്വരൂപിക്കട്ടെ. നമ്മളെ ബഹുമാനപ്പെട്ട ദീപങ്ങളുണ്ട്, പിന്നെ ഡൽഹിയിൽ അഡ്വക്കേറ്റായ അവരിതിന് ആത്മാർത്ഥമായിട്ട് സജീവമായിട്ട് ഇടപെട്ട ദീപങ്ങളെ മറക്കാൻ കഴിയില്ല. കാരണം എന്നോട് നേരത്തെ വിളിച്ച് പറയുന്നു, മനസ്സേബേ നമുക്ക് ഞങ്ങളൊരു ആങ്ങളെയും പെങ്ങളുമാണ് ദീപമ്മേടും ഞാനൊക്കെ. അത്രയും പാവങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് ദീപങ്ങൾ. ഡൽഹിയിലാണ് അഡ്വക്കേറ്റായിട്ട് പിന്നെ പ്രാക്ടീസ് ജോലി ചെയ്യുന്ന ആളാണ്. പക്ഷെ പാവപ്പെട്ടവർക്ക് തണല. അപ്പം നിമിഷപ്രിയൻ്റെ കാര്യത്തിലൊക്കെ സജീവമായിട്ട്
ദീപപ്പങ്ങൾ സജീവമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഇതിലേക്ക് അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ വെച്ച് അതിനൊരു കമ്മിറ്റി, സ്ട്രോങ് കമ്മിറ്റി ഉണ്ടാക്കി 100% സത്യസന്ധമായിട്ട് നമ്മുടെ നിമിഷപ്രിയ എന്ന പെൺകുട്ടിക്ക് സംരക്ഷണം കൊടുക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നുണ്ട്. എല്ലാവരും അതിൽ പങ്കാളിത്തം വഹിച്ച് 100% ആ കുട്ടി കുടുംബം രക്ഷപ്പെടട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക.